ശാന്തി മാത്യു ആണ് കോതമംഗലത്ത് നിന്ന് വിളിക്കുന്നത്. ശ്രീ ശാന്തി മാത്യു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ കുട്ടികൾക്ക് നേരെയൊക്കെ ഇങ്ങനെ മാനസികമായി കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പഠിക്കേണ്ടവരായി മാറുകയാണോ നമ്മുടെ ക്യാമ്പസുകളൊക്കെ? ഒരു കാലത്ത് ക്യാമ്പസുകളിലൊക്കെ ഇങ്ങനെയൊക്കെ അധ്യാപകരോ മറ്റാരെങ്കിലുമൊക്കെ പ്രതികരിച്ചാൽ അതിനെതിരെ പല രീതിയിലും മോശമായ രീതിയിലടക്കം കായികമായിട്ടടക്കം പ്രതികരിക്കുന്നൊരു തലമുറയായിരുന്നു ഉണ്ടായിരുന്നത്. അത് തെറ്റാണ് എന്നെങ്കിൽ പോലും. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം സഹിച്ച് കുട്ടികൾ ആത്മഹത്യയിലേക്ക് അഭയം കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയോ നമ്മുടെ വിദ്യാഭ്യാസ മേഖല? നമ്മുടെ വ്യവസ്ഥിതി ആദ്യമായിട്ട് പറയട്ടെ, ഈ മീഡിയ വൺ മാധ്യമത്തില് ഈ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോവുകയാണ്. നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അത്ര കണ്ട് സങ്കടകരമാണ് ഈ കാഴ്ച. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ഈ സാഹചര്യങ്ങളുണ്ടല്ലോ, ഇതിങ്ങനെയൊക്കെ എത്തിപ്പെടാൻ അവിടെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ, ആ കോളേജിന്റെ അന്തരീക്ഷങ്ങള് പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതായത് ഒരു കലാലയ സാഹചര്യങ്ങൾ പലപ്പോഴും ഈ കലാലയ പൊളിറ്റിക്സ് ഒക്കെ വേണ്ട എന്ന് നമ്മൾ പലപ്പോൾ പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളെ എതിർക്കാൻ കഴിയുന്ന തരത്തിൽ കലാലയ രാഷ്ട്രീയം അതിന്റെ അതിർവരമ്പുകൾ നിശ്ചയിച്ചുകൊണ്ട് വീണ്ടും ആകാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മാത്രമല്ല, നമ്മൾ ഇതിന്റെ പരിസരങ്ങൾ, ഇപ്പൊ ഈ കുട്ടി ഇങ്ങനെ ഒരു സംഭവം നേരിടുമ്പോൾ, അത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് കേട്ട് നിന്ന ആളുകള് അല്ലെങ്കിൽ അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്രമാത്രം ക്രിയാത്മകമായി പ്രതികരിച്ചു. നമ്മളൊരു സംഭവം എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ ആ പരിസരത്തുള്ള ആളുകളിലേക്കും കൂടെ നമുക്ക് വിരൽ ചൂണ്ടേണ്ടതുണ്ട്. നമ്മുടെ സമൂഹം വഴിതെറ്റി പോവുകയാണ്. നമ്മുടെ സമൂഹം ഒന്നിനും ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടുന്ന ഒരു മാനസിക ശക്തി ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് മാറുകയാണ്. വൈ ഷുഡ് ഐ എന്നുള്ള ഒരു ചിന്തയാണ് ഓരോരുത്തർക്കും. ഇനി എന്നെ ബാധിക്കില്ലല്ലോ എന്നുള്ള. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് ഇതെല്ലാം വരും എന്നുള്ളത്, അല്ലെ നമ്മുടെ തലമുറയിലേക്ക് എത്തിവരും എന്നുള്ള മുന്നിൽ കണ്ടുകൊണ്ട് വളരെ സഹിഷ്ണുതയോടുകൂടി പെരുമാറേണ്ട ഒരു സാഹചര്യത്തിലേക്ക് താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും വിദ്യാർത്ഥി രാഷ്ട്രീയം സജീവമായിരുന്ന കാലത്ത് അതിന് മറ്റേറെ കുഴപ്പങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇത്തരം അനീതി കണ്ടാൽ ആ അനീതിക്കെതിരെ കുട്ടികൾ പ്രതികരിക്കുമായിരുന്നു. അത് പ്രതികരണം മോശമായ രീതിയിലും കായികമായ രീതിയിലൊക്കെ മാറിപ്പോയിട്ടുണ്ടാവാം. പക്ഷേ ആ പ്രതികരണം ഉറപ്പായും ഉണ്ടാകും. അല്ലാതെ ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് അടക്കം അയാളെ മാനസികം എത്രയോ കാലം കൊണ്ടായിരിക്കും ആ പാവപ്പെട്ട കുഞ്ഞ് മാനസികമായി ഇതെല്ലാം കേട്ട് തകർന്ന് നിന്നിട്ടുണ്ടാവുക. ശരിയാണ്. അത് അത്രയും കാലഘട്ടം അതിനു വേണ്ടിയിട്ട് നിന്നുകൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഒരു ക്രിയാത്മക സമൂഹമല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇതിനപ്പുറത്തൊരു എക്സാമ്പിൾസ് നമുക്ക് പറയാനില്ല. ഒരു ക്രിയാത്മക സമൂഹമല്ല നമ്മുടേത്. അപ്പൊ ഇതിന് വ്യക്തമായ ഒരു അന്വേഷണം നടക്കണം. കുറ്റക്കാരായിട്ടുള്ള ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കണം. അതിന് ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ഈ 3 ഘടകങ്ങളും കൂടി ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 100% ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ്സും ലെജിസ്ലേച്ചറും ഒരു മനസ്സോടുകൂടി ഇത്തരത്തിലുള്ള വിഷയത്തെ നോക്കിക്കാണുകയും അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ സുബ്രഹ്മണ്യനാണ് എറണാകുളത്ത് നിന്നാണ്. ശ്രീ സുബ്രഹ്മണ്യൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ആധുനിക കേരളം, പുരോഗമന കേരളം എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഈ സ്വാശ്രയ കോളേജുകൾ പലപ്പോഴും ഈ ഒരു അടിമ ഉടമ ബന്ധം പോലെയാണ് കുട്ടികളെ അധ്യാപകരൊക്കെ മാനേജ്മെൻറ്റും കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇരയായിട്ടാണ് ഇപ്പോൾ ഒരു കുട്ടിക്ക് മരണം പോലും സംഭവിച്ചിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കിരൺ സാർ, നമസ്കാരം. നമസ്കാരം. എറണാകുളം ജില്ലയാണ്, കുറുപ്പമ്പടിയാണ് സ്ഥലം. ശരി, ഓക്കെ, പറഞ്ഞോളൂ. കുറുപ്പമ്പടി. സാറേ, ഈ വ്യവസ്ഥിതി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നീങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിപ്പോഴും നിലനിൽക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ. ഞാൻ 89-91 ബാച്ചിൽ പഠിക്കുമ്പോൾ ക്ലാസ് റൂമിൽ ഇതേപോലെ ചില അധ്യാപകരുടെ ഭാഗത്തുനിന്ന് എനിക്ക് തന്നെ നേരിട്ട് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാരണമില്ലാതെ ഇങ്ങനെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറുന്ന സാറന്മാർ വരുമ്പോൾ തന്നെ ഏറ്റവും പുറകിൽ പോയി വെറുതെ എഴുന്നേൽപ്പിച്ച് നിർത്തിയ സന്ദർഭങ്ങളുണ്ട്. ഈ വ്യവസ്ഥിതി മാറിപ്പോയി എന്ന് സമൂഹം പറയുന്നുണ്ടെങ്കിലും ഇതിപ്പോ ആരും പ്രതികരിക്കുന്നില്ല. രാഷ്ട്രീയക്കാരും പ്രതികരിക്കുന്നില്ല, സാമൂഹിക പരിഷ്കർത്താക്കളൊന്നും ഇത് പ്രതികരിക്കുന്നില്ല. അത് ഭയങ്കര ഒരു തെറ്റാണ്. പിന്നെ സാറേ, ഇന്നലെ തൊട്ടുള്ള ന്യൂസിൽ എനിക്ക് മനസ്സിലായത് ലോണാപ്പിലേക്ക് കേസ് തിരിക്കാൻ വേണ്ടി അവര് ശ്രദ്ധിക്കുന്നുണ്ട്. സാറെന്തൊന്നും പറയാത്തെ? ഹലോ, ശരി, താങ്കൾ പറയുന്നത് കേൾക്കാം. ഞാൻ പറഞ്ഞത് ഇന്നലെ തൊട്ട് ആ ലോൺ ആപ്പ് എന്നുള്ള സെക്ഷനിലേക്ക് കേസ് തിരിക്കാൻ
ഇവര് ശ്രമിക്കുന്നുണ്ട്. ആ കേസ് അങ്ങനെ തിരിഞ്ഞ് ശ്രീ സുബ്രഹ്മണ്യൻ, ചിലപ്പോൾ ഇനി ലോൺ ആപ്പ് കൊണ്ട് ആയിക്കോട്ടെ, പക്ഷേ ലോൺ ആപ്പിൽ ഒരു 19,000 രൂപ അടയ്ക്കാത്തതിന്റെ പേരിലാണ് ആ കുട്ടി നമുക്കൊരു അങ്ങനെ കരുതിയാൽ പോലും അങ്ങനെ ആത്മഹത്യയിലേക്ക് നീങ്ങിയെങ്കിൽ ആ കുട്ടി അതിനു മുമ്പ് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുണ്ടല്ലോ. ആ കുട്ടി എത്രത്തോളം താൻ മോശക്കാരനാണെന്ന് നിരന്തരമായ ഒരു അധ്യാപകൻ വന്ന ഒരു കൊഴുത്ത പട്ടി എന്നൊക്കെ ഒരാളെ വിളിക്കുമ്പോൾ, അച്ഛന് കൂലിവേലക്കാരനായ ഒരു അച്ഛന്റെ മകനോട് അച്ഛന്റെ ജോലി എന്താണ്, അച്ഛൻ എത്ര രൂപ കിട്ടും എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനുണ്ടാകുന്ന നിരന്തരമായ അപമാനമുണ്ടല്ലോ. അങ്ങനെ ഒരു തകർന്നിരിക്കുന്ന കുട്ടിയായിരിക്കും ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് എന്താണ് കാരണം എന്നല്ല, അതിനു മുമ്പ് ചെയ്ത തെറ്റുകളെല്ലാം ഉണ്ടല്ലോ. അതെ അതെ സാറേ, ഇപ്പോ ഞാൻ ഒരുപാട് സമയം എടുത്തുവെങ്കിൽ പോലും 90 കിഡ്സിലുള്ള ആളാണ് ഞാൻ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള പവർ കുറവാ, വിൽ പവർ കുറവാ ഇപ്പോഴുള്ള കുട്ടികൾക്ക്. നമ്മൾ കുട്ടികളെ എന്തെങ്കിലും നിസ്സാര ഒരു കാര്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരിക, ഇങ്ങനെയൊക്കെ പല കുട്ടികളും എന്റെ വീടിന്റെ പരിസരത്ത് പലരും ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു മോളുണ്ട്, ആ മോളോട് വഴക്ക് പറയാൻ പോലും എനിക്ക് പേടിയാ. നിസ്സാരം ഒരു കാര്യം മതി കുട്ടികൾ വേണ്ടാത്ത രീതിയിൽ പെരുമാറുക. അപ്പൊ അതനുസരിച്ചുള്ള ആശങ്ക പൂർണ്ണമായി മനസ്സിലാവുന്നു. ശ്രീ ഇബ്രാഹിം കുട്ടിയാണ്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഇബ്രാഹിം കുട്ടി, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത്? നമ്മൾ ഡോക്ടർ BR അംബേദ്കറിന്റെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട ആ ദിവസത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെയുള്ള വിഷയം. നമുക്കറിയാം, സമൂഹത്തിന് ഇന്ത്യയിൽ ജനലക്ഷങ്ങൾ അനുഭവിച്ച വേദനകളും ദുഃഖത്തിനൊന്നും ഒരു പരിഹാരമില്ല. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ അതെല്ലാം മാറി, ഒരു കാലഘട്ടം മാറി ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്തും ഒക്കെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടായ സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഈ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ളൊരു വാർത്തകൾ ആ കുട്ടിയെ മാത്രമല്ല ആ മേഖലയിലേക്ക് പഠിച്ചുയർന്നു വരുന്ന നിരവധി വിദ്യാർത്ഥികളുടെയും മനസ്സ് തളർത്താൻ ഉപകരിക്കുന്നുള്ള കാര്യം സംശയമില്ല. ഇതിനൊക്കെ ശക്തമായ രീതിയിലുള്ള നടപടികൾ വരികയൊന്നും ഒരു ചെറിയ കേസെടുത്ത് അതൊരു പ്രശ്നം തീർക്കുന്നതല്ല, മറിച്ച് ഇതിനൊരു സോഷ്യൽ കോസ്റ്റ്, ഇതുകൊണ്ടുണ്ടായ സമൂഹത്തിനുണ്ടായ നഷ്ടം അത് ഇവർ ഈടാക്കണം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിലുള്ള ഇതൊരു ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു റെമഡി എന്നല്ലേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. അല്ലല്ലോ ഇത് പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. തന്നെയല്ല, ഈ കുട്ടിയുടെ പിതാവ് ഒരു പെയിന്റിങ് തൊഴിലാളി മുതൽ മാതാവ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു അംഗമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവരെ ഇപ്പം ഞാനും ഒരു അധ്യാപകനാണ്, നമുക്കറിയാം നിരവധിയായ പീഡനങ്ങൾ പലപ്പോഴും ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അനുഭവിക്കുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. ഒന്നാമത് ഇപ്പൊ നമുക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പണത്തിന്റെ സ്വാധീനം വന്നു. അതിനനുസരിച്ചുള്ള സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ പിന്നെ അവിടെ ആടയാഭരണങ്ങൾ, അതുപോലുള്ള പണത്തിന്റെ കൊഴുപ്പ്, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പലപ്പോഴും അതിൽ നിന്നൊക്കെ ഒരു മാർജിനലൈസ് ചെയ്യുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. പിന്നെ ഇതിന്റെ വേറെ ചില തത്വങ്ങളും ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം, ചില വേദങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബ്രാഹ്മണസ്യ മുഖമാസി ബാഹു രാജന്യ കൃത ഊരു തദസ്യ സ്വൈശ്യ പാദ്ഭ്യാം ശൂദ്ര അജായത. അതായത് ബ്രാഹ്മണന്മാരല്ല, അതുപോലുള്ള ഉന്നത കുലജാതികൾ ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നുണ്ടായി, മറ്റുള്ളവര് ഉടലിൽ നിന്നുണ്ടായി, കുറെ പേര് പിന്നെ തുടയുന്നുണ്ടായി, പിന്നെ കുറച്ചു പേര് കാൽപാദങ്ങളിൽ നിന്നുണ്ടായി. ഇങ്ങനെ തന്നെ വേദങ്ങളിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. അതിന് പറയുന്ന ഒരു പുതിയ കാലത്തെ മറുപടി അറിയാമല്ലോ, ബാക്കിയുള്ളവർ എങ്ങനെയാണ് ഉണ്ടായത്. അതെ, എല്ലാ മനുഷ്യനും ഉണ്ടായതല്ലേ. ഇപ്പൊ ഇതിനകത്തൊരു ഒരു കാര്യം ഞാനൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ആളുകൾ പല ഘട്ടങ്ങളിൽ ഈ ഇത്തരം അധികാര ഘടനകൾ രൂപപ്പെടുത്താൻ വേണ്ടി എഴുതി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നമ്മുടെ സമൂഹം നമ്മൾ ഉയർന്നു വന്നത്. ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഈ 2011 ഈ സെൻസസ് പ്രക്രിയയിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അധ്വാനിക്കപ്പെടുന്ന വിഭാഗങ്ങൾ, ഇപ്പൊ തെങ്ങിന് വേണ്ടി, തെങ്ങ് കൃഷി ചെയ്യാൻ വേണ്ടി, അതിനെല്ലാം അവരെല്ലാം ഒരു തെങ്ങ് അവരുടെ പറമ്പിലില്ല. അവർക്ക് ഒരിക്കലും സ്വത്തോ സൗകര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോഴും നമുക്ക് വെള്ളം കിട്ടാത്ത, കുടിവെള്ളം കിട്ടാത്ത ഈ സമൂഹത്തിൽ അധ്വാനിക്കുന്ന ആ വിഭാഗമാണ് ഏറ്റവും അധികൃതരായിട്ട് അവർക്ക് ജീവിത സാഹചര്യത്തിൽ നിന്നും വലിയ മോശമായ ജീവിത സാഹചര്യത്തിൽ അവരാ ജീവിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എന്തെല്ലാം പുരോഗമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെല്ലാം നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ, നേരത്തെ 1-2 പ്രേക്ഷകൻ പറഞ്ഞ പോലെ ലെജിസ്ലേഷൻ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറിയിലും ഒക്കെ കാലാകാലങ്ങളായി. ഇപ്പൊ ജുഡീഷ്യറിയുടെ തന്നെ പറയുമ്പോൾ അറിയാം, ജുഡീഷ്യറിയിൽ തന്നെ പറയുന്ന ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവര് പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവരാണ്.
മറ്റുള്ളവർ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കറിയാം. ഇവിടുത്തെ ഒരു സിനിമ നടന്റെ കാര്യമൊക്കെ അറിയാം. അദ്ദേഹം ഒരു സെല്ലിൽ കിടന്ന് ഒരു ബുദ്ധിമുട്ടിയപ്പോൾ വലിയ യാഥാർത്ഥ്യങ്ങളുണ്ട്. എപ്പോഴും നീതി ഏറ്റവും കൂടുതൽ DGP വരെ അദ്ദേഹത്തെ അനുഭവിക്കുന്ന താമസിക്കാനുള്ള സൗകര്യം കൊടുക്കാറുണ്ടായി. അപ്പം ഇതൊരു വലിയൊരു കാര്യമാണ്. ഈ ചർച്ചകൾ ഇനിയും മുന്നോട്ട് പോകണം. ഇങ്ങനെയുള്ള ഇപ്പൊ ആരെയും പഴിചാരിയല്ല, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കും ജീവിക്കാനുള്ള അവസരങ്ങളും അവകാശങ്ങളും ഉണ്ട്. ശ്രീ കെ ജി കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ കെ ജി കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു അധ്യാപകൻ, ഇവരൊക്കെ അധ്യാപകരാണോ, അധ്യാപകൻ തന്നെയാണോ വിളിക്കേണ്ടത് എന്നുള്ളത് മറ്റൊരു ചോദ്യം. കുട്ടികളെ നിരന്തരം ഇങ്ങനെ ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, അവരുടെ വരുമാനത്തിന്റെ പേരിൽ, ജീവിത സാഹചര്യത്തിന്റെ പേരിലൊക്കെ നിരന്തരം അവമാനിച്ചെന്നിട്ട് അയാൾ അധ്യാപകനായി അവിടെ തുടരുകയാണ് ഇപ്പോഴും. അധ്യാപകനായിട്ട് അവിടെ തുടരുന്നെങ്കിൽ ഇത് ചക്കരക്കല്ല് ദന്തൽ കോളേജ് എന്നുള്ളത്, ഈ കോളേജിന്റെ പേരെന്താണ്, ആരാണ് ഇതിന്റെ നടത്തിപ്പുകാരൻ എന്നുള്ളതും കൂടി മാധ്യമങ്ങളാരും പറയുന്നില്ല. അതെന്റെ ആ ഓണറുടെ പേരെന്താണ്, നടത്തിപ്പുകാരൻ ആരാണ്? കാര്യം എന്ന് പറഞ്ഞാൽ ആ നടത്തിപ്പുകാരൻ നല്ലതായിരുന്നെങ്കിൽ ഇത്രയും വൃത്തികെട്ട അധ്യാപകർ ആ സ്ഥാപനത്തിൽ നിലനിൽക്കില്ലല്ലോ. കാര്യം ഇയാൾക്ക് ഈ 2 മാസത്തിന് മുമ്പ് ഒരു പ്രാവശ്യം സസ്പെൻഷനൊക്കെ ആയിട്ട് 2 മാസത്തിന് ശേഷം പിന്നെ വീണ്ടും ഇദ്ദേഹത്തിന് നല്ല നടപ്പിനായി തിരിച്ചെടുത്ത് എന്നൊക്കെയാ പറയുന്നത്. കാര്യം എപ്പോഴും ഇതേപോലുള്ള അധ്യാപകർ പലരും ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവം അല്ലല്ലോ. ഇപ്പം സിദ്ധാർത്ഥന്റെ കാര്യം തന്നെ എടുക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം റാന്നിക്കടുത്ത് നഴ്സിംഗ് കോളേജിൽ ഇതേ പട്ടിക അറിയപ്പെട്ട ഒരു പെണ്ണാണ് അവിടുന്ന് മേളിൽ നിന്ന് എടുത്തിയത് നഴ്സിംഗ് വിദ്യാർത്ഥിനി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.